നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഡിസൈനിലുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് വീടുകളുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കുന്നത്. 5 ജില്ലകളുടെ ലിസ്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ മാത്രം ലിസ്റ്റാണ്. നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ലിസ്റ്റിൽ 5ാമതായി സ്ഥാനം പിടിക്കുന്നത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല ഈ ലിസ്റ്റിൽ വരുവാനുള്ള പ്രധാന കാരണം കൊല്ലം ജില്ലക്കാർക്ക് വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. സ്പേസിംഗ് ഒക്കെ വളരെ യൂസ് ചെയ്ത് റിക്വയർമെൻറ്റുകളൊക്കെ മിതമായ നിരക്കിൽ പാലിച്ചാണ് അവർ വീടുണ്ടാക്കുന്നത്. അതുകൊണ്ട് കൊല്ലം ജില്ല 5ാമത്. ഈ ലിസ്റ്റിൽ 4ാമതായി സ്ഥാനം പിടിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ ധാരാളം സ്ലോപ്പ് റൂഫഡ് ആയിട്ടുള്ള ഡിസൈനോടുകൂടി വരുന്ന വീടുകൾ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ ഓടൊക്കെ വിരിച്ച് അതിൽ പെയിൻ്റൊക്കെ കൊടുത്ത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതും കൂടാതെ തന്നെ തൃശ്ശൂർ ജില്ലക്കാർ വീടിനോട് അനുബന്ധിച്ച് ഗാർഡൻ ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിനായിട്ടൊരു സ്ഥലമൊക്കെ ഡിസൈൻ ചെയ്ത് വയ്ക്കുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ 4ാമതായി സ്ഥാനം പിടിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയാണ്. 3ാമതായി ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ല നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല വൈബുള്ള സിറ്റിയും ജില്ലയും ഒക്കെയാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടിൽ ഒരുപാട് ആർക്കിടെക്ചറൽ ഡിസൈൻ പരമായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആർക്കിടെക്ചേഴ്സിൻ്റെ ഒരു സെൻറ്ററായി തന്നെ കോഴിക്കോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സ്പേസസ് ആയിട്ടും ആധുനിക രീതിയിലുള്ള ഡിസൈൻസൊക്കെ അതുപോലെ തന്നെ ക്ലാസിക് തരത്തിലുള്ള ഡിസൈൻസൊക്കെ കോഴിക്കോട് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനം കോഴിക്കോടിന്. ഈ ലിസ്റ്റിൽ ഞാൻ 2ാം സ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയാണ്. അതെന്തെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിൽ ഞാൻ കണ്ടിട്ടുള്ള വീടുകൾ മിക്കതും ഒരു കൊളോണിയൽ ടച്ചും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു തനത് ഡിസൈനും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിനിപ്പോൾ അവിടുത്തെ ക്ലാസിക് ബിൽഡിങ്ങുകളിലായാലും അല്ലെങ്കിൽ വീടുകളിലായാലും അവർ എവിടെയെങ്കിലുമൊക്കെ ഒരു കൊളോണിയൽ ടച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് കോട്ടയം ജില്ല 2ാം സ്ഥാനത്ത്. ഇനി ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനം നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കാണ്. അതെന്തെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ഏത് ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ടൗണുകളിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഡിസൈനിലുള്ള വീടുകളും കാണാൻ സാധിക്കും. അതിനിപ്പോൾ മോഡേൺ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൊളോണിയൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അറേബ്യൻ ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ ക്ലാസിക് ആണെങ്കിൽ അതും ഉണ്ടാവും. അങ്ങനെ ഏത് ഡിസൈനും നിങ്ങൾക്ക് മലപ്പുറത്തിൻ്റെ ഏത് ഗ്രാമങ്ങളിലും ടൗണുകളിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിൻ്റെ ഡിസൈനിനൊക്കെ സംബന്ധിച്ച് ഏത് ട്രെൻഡ് ഇറങ്ങുമ്പോഴോ അത് ആദ്യം മലപ്പുറത്തായിരിക്കും ഇറങ്ങുക. അതുകൊണ്ട് മലപ്പുറം ജില്ല 1ാം സ്ഥാനത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഇത് എൻ്റെ മാത്രം ലിസ്റ്റാണ്. ഞാൻ ഇവിടെങ്ങളിലൊക്കെ യാത്ര ചെയ്തതിൻ്റെ അനുഭവത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.